നമ്മളെ കരിമ്പിലാക്കൽ മൗലവി ഉണ്ട്. കരിമ്പിലാക്കൽ മൗലവി പറയുന്നത് കേൾക്കണമെങ്കിൽ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്കൊന്ന് ശ്രദ്ധിക്കുക. കാരണം ബുഖാരിയിലെ ഹദീസിനെ കുറിച്ച് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇയാൾ പറഞ്ഞതിൽ ഒന്നുപോലും സത്യമില്ല. കരിമ്പിലാക്കൽ പറഞ്ഞതിൽ കേട്ടോളി. കരിമ്പിലാക്കൽ എന്താ പറയുന്നത്? അതിലൊന്നു പോലും സത്യമില്ല. ഇൻഷാ അല്ലാഹ് കേട്ടോളി. എന്നാ ശരിക്ക് കേട്ടോളി കേട്ടാ. കാരണം കരിമ്പിലാക്കൽ അടങ്ങുന്ന മുജാഹിദ് മൗലവിമാര് നുണ പറയുന്ന കോലം സഹീഹുൽ ബുഖാരിയിൽ ഇല്ലാത്ത ഹദീസുകളൊക്കെ സഹീഹുൽ ബുഖാരിയുടെ മേലിൽ വെച്ച് കെട്ടുന്ന കണ്ടോളി. ഒരൊറ്റ ഹദീസ് മൂപ്പര് പറഞ്ഞ രൂപത്തിൽ സഹീഹുൽ ബുഖാരിയിൽ കാണൂല. കണ്ടോളി. നമ്മൾ ഉൾക്കൊണ്ടത് ഇമാം ബുഖാരിക്ക് അബദ്ധം പറ്റി മനസ്സിലാക്കണോ, അതല്ല റസൂലുള്ളാഹിക്ക് അബദ്ധം പറ്റി മനസ്സിലാക്കണോ? പിന്നെ അപ്പൊ ഇമാം ബുഖാരിയിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോന്നുണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മനുഷ്യൻ പറയാം, ഞാന് ജാഹിലിയ കാലത്ത് ഒരു ദിവസം നടന്നു വരുമ്പോ കുറെ കുരങ്ങന്മാർ കൂടിയിട്ട് വേറൊരു കുരങ്ങനെങ്ങനെ എറിയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കുരങ്ങന്മാരോട് ചോദിച്ചു, ഇവരെന്തിനാ നിങ്ങൾ എറിഞ്ഞതെന്ന്. കുരങ്ങന്മാർ മറുപടി എന്താ, നീ കുരങ്ങ് വ്യഭിചരിച്ചിട്ടുണ്ട്, ഇപ്പൊ എറിഞ്ഞില്ലാണ്. അപ്പൊ ഞാനതിന് കൂടി ഞാനും എറിഞ്ഞു. ഇത് ഒന്നാമത്തെ അബദ്ധം എന്താ? അങ്ങനെ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾ കാണിച്ച നിങ്ങൾ പറയും പോലെ ഞങ്ങൾ കേട്ടോളാം. നിങ്ങളാ പറഞ്ഞില്ലേ കരിമ്പിലാക്കിലെ ആ കുരങ്ങന്മാരോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്തിനാ നിങ്ങൾ ഇവരെ എറിയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കുരങ്ങന്മാര് മറുപടി പറഞ്ഞു, അത് ഇവർ വ്യഭിചരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തന്നാൽ അന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. പച്ച നുണയാണോ പറഞ്ഞിരിക്കുന്നത്? സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അത് നുണയാ. കാരണം എന്താ അറിയോ? അതിന്റെ കാരണം മൂപ്പര് പറയുന്നുണ്ട്. ഇത് ഈ ഹദീസിൽ മൂപ്പര് വെള്ളം ചേർത്തതിന്റെ കാരണം മൂപ്പര് തന്നെ പറയാ. അതിന് ഇല്ലത്തുണ്ടാക്കുകയാണ്. അത് കേട്ടോളി, അതിന്റെ ബാക്കി കേട്ടോളി. കുരങ്ങിനോട് എങ്ങനെ മനുഷ്യൻ സംസാരിക്കോ? കുരങ്ങിന്റെ ഭാഷ മനുഷ്യനും മനുഷ്യന്റെ ഭാഷ കുരങ്ങിനും തിരിയെങ്കിലല്ലേ സംസാരം നടക്കുള്ളൂ. ഒന്ന് തന്നെയാണ് പ്രശ്നം. അങ്ങനെ സംസാരിച്ചു എന്ന് ഹദീസിലുണ്ടോ? കാണണം. ആ ഹദീസിൽ കുരങ്ങിനോട് എങ്ങനെ സംസാരിച്ചു എന്നും കുരങ്ങ് തിരിച്ച് സംസാരിച്ചു എന്നും ഹദീസിലുണ്ടോ? നിങ്ങൾ പറയണം. നുണ പറയല്ലേ. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഉണ്ടോ? കുരങ്ങിനോട് മനുഷ്യൻ സംസാരിച്ചു എന്നും മനുഷ്യനോട് കുരങ്ങ് സംസാരിച്ചു എന്നും ഉണ്ടോ? നോണ പറയരുത് മൗലവിമാരെ, നോണ പറയരുത്. ഇങ്ങനല്ലേ നിങ്ങൾ ഈ ജഹാലത്ത് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ? ഇനി എന്റെ ബാക്കി കേട്ടോളി. 2, വ്യഭിചാരിക്കുള്ള ശിക്ഷ വിധിക്കുന്നപ്പോഴാ റസൂലുള്ളാഹിന്റെ കാലത്താ. ഇതെന്നാണ് ജാഹിലിയ കാലത്ത്. 3, പൊട്ടത്തരം പറയല്ല കരിമ്പിലാക്കല്. കാരണം റജ്മ് എറിഞ്ഞു കൊല്ലാന്നുള്ളത് റസൂലുള്ളാഹിന്റെ മുമ്പുള്ള സമൂഹത്തിനുണ്ടായിരുന്നു. തൗറാത്തിൽ സ്ഥിരപ്പെട്ട നിയമമാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലല്ല. റജ്മ് സ്ഥിരപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തിലല്ല. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഉള്ള നിയമമാണ് റജ്മ്, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. ഇങ്ങക്ക് വിവരമില്ലാത്തതിന് രണ്ടാമത്തെ പൊട്ടത്തരം. ഒന്ന് പച്ച നുണ, രണ്ടാമത്തെ പൊട്ടത്തരോ. ഇനി മൂന്നാമത്തെ കേട്ടോളി. ആ ശിക്ഷ തന്നെ വിധിച്ചാർക്കാം? മനുഷ്യന്മാർക്കാണോ മൃഗങ്ങൾക്കാണോ? മനുഷ്യന്മാർക്ക്. ഇതേതാ മൃഗം? ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ. ഒരു മിനിറ്റ്. അങ്ങനെ ആരാ ശിക്ഷ വിധിച്ചത്? ആരാണ് ഇവിടെ ശിക്ഷ വിധിച്ചത്? അതും പറയണ്ടേ. ആരും ശിക്ഷ വിധിച്ചിട്ടില്ലായിരുന്നോ? സംഭവം എന്താ അറിയോ? ഇനി നിങ്ങൾ കേട്ടോളി. ആ സംഭവം ഞാൻ പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ല, ഉസ്താദ്മാരില്ലേ, കൂട്ടൂർ സക്കാഫി ഉസ്താദൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമഹുല്ല അവിടുത്തെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസ്, തെറുദിന്റെ ഹദീസ് എന്ന് പറഞ്ഞ് അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഹദീസാണത്. തെറുദിന്റെ ഹദീസ് അഥവാ ഈ കുരങ്ങിന്റെ ഹദീസ് സഹീഹുൽ ബുഖാരിയില് വല്ലാതെ ചർച്ച വന്ന ഒരു ഹദീസാണ്. ഇവർക്ക് മാത്രം കിട്ടിയ ഹദീസൊന്നല്ലത്. ആ ഹദീസിലുള്ളത് ഈ പറയും പോലെ കുരങ്ങ് അങ്ങോട്ട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ കുരങ്ങിനോട് ഇങ്ങോട്ട് സംസാരിച്ചു എന്നോ ഒന്നും ആ ഹദീസിലില്ല. മറിച്ച് എന്തേ ഉള്ളൂ, ഒരാള്
ഒരു മലപ്രദേശത്ത്, ഞാൻ ആ ഭാഗം ഒന്ന് എടുത്താലിട്ടോ, ഒരു മലഞ്ചരിവില് എന്ത് ചെയ്യാണ്, ഒരാളിങ്ങനെ ആടിനെ മേച്ചോ മറ്റോ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം കണ്ട ഒരു സംഭവം, ജാഹിലിയ്യ കാലത്ത് അദ്ദേഹം കണ്ട ഒരു സംഭവം വിവരിക്കുകയാണ്. എന്താ വിവരിക്കുന്നത്? ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കൂട്ടം കുരങ്ങന്മാര് വന്നു. ഞാൻ മുമ്പ് ഇവിടെ വിഷയം വിശദീകരിച്ചിരുന്നു. ആ ഒരു കൂട്ടം കുരങ്ങുകൾ വന്നിട്ട് ഐറ്റങ്ങൾ എന്ത് ചെയ്തു? കേട്ടോളി ആ ഭാഗം ഹദീസ് ഓതിട്ടെന്നങ്ങ് പറഞ്ഞാൽ എളുപ്പമാണല്ലോ. കേട്ടോ, ഇതാ സഹീഹുൽ ബുഖാരിയിലുള്ള റഅയ്തു ഫിൽ ജാഹിലിയ്യ ഖിറദതൻ ഇജ്തമഅ അലൈഹാ ഖിറദുൻ ഖദ് സനത് ഫറജമുഹാ ഫറജംതുഹാ മഅഹും എന്നാണ് സംഭവം. എന്താ വിഷയം? അതന്നെ അംർ ഇബ്നു മൈമൂനിൽ നിന്ന് യമനിലുള്ള ഒരു പർവ്വതത്തിന്റെ ചുവട്ടില് ഞാനിങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം കുരങ്ങുകള് ആ വഴിയെ വരുന്നത്. അങ്ങനെ വഴിയെ വരുന്നത് ഞാൻ കണ്ടു. അതിൽ എന്ത് ചെയ്യാണ്, ഒരു കൂട്ടം കുരങ്ങുകൾ വന്നിട്ട് അവറ്റിങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അതിലൊരാണും ഒരു പെണ്ണും ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, ഒരാണും ഒരു പെണ്ണുമാണ്. ഈ ആൺകുരങ്ങ് എന്ത് ചെയ്തു? പെൺകുരങ്ങും കിടന്നപ്പോ ഈ പെൺകുരങ്ങിന്റെ കയ്യിന്റെ ആ മസിൽസ് ഉണ്ടല്ലോ, നമ്മൾ മസിൽ കൈ ഇങ്ങനെ തലക്ക് വെച്ച് കഴിഞ്ഞാല് ആ കയ്യിന്റെ മസിലിന്റെ ഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുമല്ലോ, തലയാണി പോലെ. കല്യാണം കഴിച്ച ആൾക്കാർക്ക് ശരിക്കും തിരിയും. ഏതായാലും ആ ഭാഗത്ത് പെണ്ണുങ്ങന്മാർക്ക് തലവെക്കാൻ നല്ല സുഖമായിരിക്കും നമ്മളെ കയ്യിന്റെ മേലെ ആവുമ്പോ. അതേപോലെ തിരിച്ചു കിടന്നു. എങ്ങനെ? ഈ പെൺകുരങ്ങിന്റെ കയ്യിന്റെ മേലെ ആൺകുരങ്ങ് തലയും വെച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ആൺകുരങ്ങ് ഉറങ്ങിപ്പോയി. ഇതാണ് സംഭവം. ആൺകുരങ്ങ് ഉറങ്ങി. അപ്പോഴ ആ വഴിക്ക് ഒരു ചെറിയൊരു കുട്ടിക്കറങ്ങി പോയി, ഒരു ചെറുപ്പക്കാരൻ കുരങ്ങ്. ആ കുരങ്ങന്റെ പണി ചെയ്തു അറിയോ? കയ്യും കലാശവും കാണിച്ചു കൊടുത്തു. ആർക്ക്? ഈ പെൺകുരങ്ങിന്. പതുക്കെ രണ്ട് കയ്യും കലാശവും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ മൂപ്പത്തിയാർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. എന്ത്? നമ്മളെ മാപ്പിള തൽക്കാലം എന്തുണ്ട്, ഇച്ചിരി വയസ്സും പ്രായമൊക്കെ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം മൂപ്പര് നല്ല ഉറക്കിലാണ്, നമുക്കങ്ങോട്ട് പോയി നോക്കിയാൽ എന്താ. പതുക്കെ മൂപ്പത്തിയാര് ഈ ആൺകുരങ്ങ് അറിയാതെ കൈ പതുക്കെ വലിച്ചു. ആൺകുരങ്ങ് അറിഞ്ഞില്ല, ആൺകുരങ്ങ് ഉറക്കത്തിൽ തന്നെയായിരുന്നു. മൂപ്പത്തിയാര് പതുക്കെ പോയി മായൂലെല്ലാം നടന്ന് എല്ലാ പരിപാടിയും നടന്ന് പതുക്കെ തിരിച്ചു വന്നു. മൂപ്പര പരിപാടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ തിരിച്ചു വന്നു. ആൺകുരങ്ങ് ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. പതുക്കെ ഈ പഴയതുപോലെ കൈ ഇങ്ങോട്ട് വെക്കാൻ നേരത്ത് മാപ്പിള എണീച്ചപ്പോ മാപ്പിളക്ക് സ്വാഭാവികമായിട്ടും അന്യനായ ഒരു കുരങ്ങ് ഇതിനെ തൊട്ടതായി സ്പർശിച്ചതായി സ്മെല്ല് ചെയ്തു. റഹ്മാനായ റബ്ബേ, പിന്നെ ഭയങ്കര ഒച്ചയും ബഹളമാണ് അവിടെ നടക്കുന്നത്. ഭയങ്കര ഒച്ചയും ബഹളമാണ്. ഈ ആണും പെണ്ണും തമ്മില് ഭയങ്കര ഒച്ചയും ബഹളവും നടക്കുന്നു. പിന്നെ ആ കൂട്ടം കുരങ്ങുകൾ മൊത്തം വന്നു. അങ്ങനെ ഇവര് പരസ്പരം സംസാരിച്ചു. ഇതൊക്കെ ഇയാള് നോക്കിക്കാണുക, അംർ ഇബ്നു മൈമൂൻ നോക്കിക്കാണുകയാണ്. ദൂരത്ത് നിന്നുകൊണ്ട് മൂപ്പരിങ്ങനെ നോക്കിക്കാണുക. സംസാരിച്ചു. ഏതായാലും പറയും ഈ കുരങ്ങുകളൊക്കെ പാടെ കൂടിയിട്ട് ഈ പെൺകുരങ്ങിനെ എറിഞ്ഞു. അപ്പൊ മൂപ്പര് പറയാം, അംർ ഇബ്നു മൈമൂൻ ഞാനും എറിഞ്ഞു. അത് ചത്തുപോയി, ചാവുന്നത് വരെ എറിഞ്ഞു. ഇത്രയാണ് ആ സംഭവം. ഇതിൽ കുരങ്ങിനോട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ കുരങ്ങ് ഇങ്ങോട്ട് സംസാരിച്ചു എന്നോ വ്യഭിചരിച്ചു എന്നുള്ള വിഷയം മൂപ്പര് ഡയറക്റ്റ് കണ്ടതാണ് ഇതൊക്കെ. അല്ലാതെ കുരങ്ങായിട്ട് അങ്ങോട്ട് സംസാരിക്കുകയും കുരങ്ങ് ഇങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തിട്ടില്ല. അത് കരിമ്പിലാക്കലിന്റെ നോണയാ. ഒന്ന്. രണ്ടാമത്തത്, ഇത് കുരങ്ങാണ് എന്ന് ആരോ പറഞ്ഞു? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ സംഭവം ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ആദ്യമായി ഹാബീലിനെ കൊന്നപ്പോ ആദ്യമായി മറമാടുന്നത് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? മൗലവിമാരെ. 2 കാക്കകളല്ലേ? കാക്കകൾ വന്നു, തല്ലുകൂടി, ഒന്ന് മറ്റൊന്നിനെ കൊന്നു. എന്നിട്ട് കൊല്ലപ്പെട്ടതിനെ കൊന്ന കാക്ക കുഴിച്ചിട്ടു. ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി? ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അത് കാക്കകളായിരുന്നോ? അല്ല, മറിച്ചാരായിരുന്നു? മലക്കുകളായിരുന്നു. ആർക്ക് വേണ്ടിയാണിത്? ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു അയച്ചതല്ലേ? അപ്പോ ഈ കുരങ്ങിന്റെ രൂപത്തിൽ ജിന്നുകളാവാം, മലക്കുകളാവാം, ഒക്കെയാവാലോ. അദ്ദേഹം കണ്ടത് കുരങ്ങിന്റെ രൂപമാണ്.
അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ കുരങ്ങിന്റെ രൂപം, ആ കണ്ട രൂപം കുരങ്ങാണ്, അതുകൊണ്ട് അദ്ദേഹം കുരങ്ങാന്ന് പറഞ്ഞു. ഇതല്ലേ അവിടെ നടന്നത്. അതുകൊണ്ട് കുരങ്ങിന്റെ മേലിൽ ഹദ്ദാരാ പാസാക്കിയത്? ഇവിടെ ആരും പാസാക്കിയില്ല. പിന്നെ റജ്മ്, അതിനേക്കാളും മുമ്പ് ഈ ഇവിടെ സംഭവിച്ചെന്താ, ഇതിൽ സംഭവിച്ചെന്താ, കാക്കകൾ, അത് മലക്ക് മരിക്കുക എന്നല്ല, അത് കാണിച്ചു കൊടുക്കുകയാണ്. അത് മലക്കിന് മരണം ഉണ്ട് കേട്ടോ, അത് മറ്റൊരു വശം. മലക്കിന് മരണം ഉണ്ട്, അത് വേറൊരു വശം. പക്ഷെ അവിടെ നടന്നത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കലായിരുന്നു ലക്ഷ്യം. അതേപോലെ ഈ ഒരു സംഭവം കാണിച്ചു കൊടുത്തതായിക്കൂടെ? ഇതിപ്പോ കുരങ്ങാന്നാരേ പറഞ്ഞു? ആരും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം കണ്ടത് കുരങ്ങിന്റെ രൂപമാണ്, അതുകൊണ്ട് അദ്ദേഹം കുരങ്ങി എന്ന് പറയുന്നത്. ഇതാണ് ആ സംഭവം. അതിനെയാണ് മൂപ്പര് ഇങ്ങനെ ഇട്ട് ഇതാക്കണ്. സഹീഹുൽ ബുഖാരി തെറ്റുണ്ട്, അത് സഹീഹുൽ ബുഖാരിയിലൊക്കെ പിന്നെ തെറ്റാണ്. ഇനി അതിന്റെ ബാക്കി കുറേ ഉണ്ട്, കുറെ ഹദീസുകളുണ്ട്. അള്ളാഹു താല ഖൈർ ചെയ്യട്ടെ. അതിന്റെ മുമ്പ് കല്ലൂരി സാഹിബ് ഒന്ന് മൈക്കെടുത്തോളൂ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ കോട്ടൂർസ്ഥാന്റെ ഉസ്താദിന് കൊടുക്കാം. ഞാൻ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. കല്ലൂരി ഒന്ന് മൈക്കിലേക്ക് വന്നത് ഉടനെ തന്നെ ഞാൻ തിരിച്ചു വരും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട മറ്റേ നമ്മുടെ കൊട്ടൂർ ഉസ്താദിന്റെ ക്ലാസ് വളരെ നല്ല രൂപത്തിൽ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചു തന്നു. ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് മുജാഹിദിന്റെ ഇപ്പോഴത്തെ പൊട്ടിത്തെറിയുമായിട്ട് വരുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ പലരും അറിയാത്ത പുതിയ ക്ലിപ്പുകളാണ്, പുതിയ സംഭവ വികാസങ്ങളാണ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് നമുക്ക് വന്നു ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ ആയിട്ട് കേൾപ്പിച്ചു തന്നത്. പ്രത്യേകിച്ച് ഇത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പുതിയ അവരുടെ വാദങ്ങളും അതിന്റെ മറുപടിയും നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ ഇത് കേട്ടാൽ ഒരു ആശ്ചര്യപ്പെടലും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. അതുകൊണ്ട് വളരെ നല്ല ഒരു ഏർപ്പാടാണ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിന്റേത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ കോട്ടൂർ ഉസ്താദ് റൂമിൽ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. കോട്ടൂർ ഉസ്താദ് പോയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. കോട്ടൂർ ഉസ്താദ് ഉണ്ടോ? കോട്ടൂർ ഉസ്താദ് ചോദ്യാർത്ഥികൾക്ക് മൈക്ക് കൊടുക്കട്ടെ. കോട്ടൂർ ഉസ്താദ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. പയ്യോളി ഉസ്താദ് കുറച്ച് കഴിയുന്നാ തോന്നുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ സാഹിബൊക്കെ റൂമിലുണ്ട്. തങ്ങളിപ്പാപ്പൊക്കെ റൂമിലുണ്ട്. മാഷാ അല്ലാഹ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പുതിയ വിവരങ്ങളും അതുപോലെ തന്നെ ക്ലിപ്പുകളും ഒക്കെ പ്രധാനപ്പെട്ടവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സാധാരണക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉസ്താദന്മാരോട് പറഞ്ഞ് സമ്മതം ചോദിച്ച് അത് കേൾപ്പിച്ച് അതിന്റെ മറുപടി ഉസ്താദന്മാരിൽ നിന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ അഡ്മിന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉസ്താദന്മാർക്ക് കേൾപ്പിക്കാനുള്ള ഒരു അവസരം. കാരണം പ്രത്യേകിച്ച് ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവൂല. അപ്പം ആ കരിമ്പിലാക്കൽ പറഞ്ഞ ആ പൊട്ടത്തരത്തിന്റെ ആഴം മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് അത് വിശദീകരിക്കുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ സഹീഹുൽ ബുഖാരി പോലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ അടിത്തറയാണ്. അതായത് ലോകത്ത് മുസ്ലിമീങ്ങൾ ലോകത്ത് ഒരൊറ്റ മുസ്ലിമും സഹീഹുൽ ബുഖാരിയിൽ ലൈഫ് ഉണ്ട് എന്നോ സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ആണെന്നറിഞ്ഞാൽ അതിന്റെ സനദ് പരിശോധിക്കാൻ പോലും പോവാത്ത ലോക മുസ്ലിമീങ്ങൾ. കാരണം സഹീഹുൽ ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പുഷ്ടപ്പെട്ട് കഴിഞ്ഞ് എല്ലാ ആളുകളും അറബികളും അനറബികളും എല്ലാം ആ ഒരു സഹീഹുൽ ബുഖാരിയും അതുപോലെ തന്നെ സഹീഹുൽ മുസ്ലിമും കൊണ്ടാണ് ഈ വഹാബികൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അനന്തര ഫലമായാണ് നേരത്തെ നമ്മുടെ സുല്ലമി സാഹിബ് കരയുന്നത്. അപ്പൊ ഒരുപാട് മുജാഹിദുകൾക്ക് വിഷമമുണ്ട്. കാരണം പടച്ചോനെ പേടിച്ചിട്ട് കരയുന്നല്ലേ. അതേതായാലും പടച്ചോനെ പേടിച്ചിട്ടുള്ള കരച്ചിലും ഹദീസ് നിഷേധിച്ച് കുടുങ്ങിയിട്ടുള്ള കരച്ചിലും അത് രണ്ടും രണ്ടാ. അതേതായാലും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പടച്ചോനെ പേടിച്ചിട്ടിപ്പോ ആളുകളെ മുന്നിൽ ഇപ്പൊ പൊട്ടിക്കരച്ചതിനെ കൊണ്ടൊരു കാര്യമില്ലല്ലോ. അതിപ്പോ സാധാരണ ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ അതിന്റേതായ ഡീസന്റില് കാര്യം ഇതിങ്ങനെ ഈ കരച്ചില് മുമ്പ് ഒരാളെ കരച്ചില് മുമ്പ് ഒരാൾ തുടങ്ങിക്കൊടുത്തതാണ് ഈ കരച്ചില്. അതിങ്ങനെ അവർ പലരും ഏറ്റെടുത്ത് പല നിഷേധികളും ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ.
കരച്ചിൽ മുമ്പ് ഒരാളെ കരച്ചിൽ മാത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ കരച്ചിൽ മുമ്പ് അത് കണ്ടിട്ട് പിന്നെ വേറെ ആളും കരയുന്നതാണ്. മുമ്പ് എന്റെ നാട്ടില് ആളെ പേര് പറയുന്നില്ല, ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു ആളുകള് വന്ന് താമസിച്ചിരുന്നു. ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഉള്ള ഒരു സെനതുള്ള റിപ്പോർട്ടാണ്. പക്ഷെ സംഗതി നിങ്ങൾ കേട്ടാല് ചിരി വരും. ഉള്ളതാണോ എന്ന് തോന്നിപ്പോകും, പക്ഷെങ്കിൽ ഉള്ളതാണ് എന്നാണ് അറിഞ്ഞത്. വളരെ അടുത്തുനിന്ന് തന്നെ സെനതുള്ള റിപ്പോർട്ടാണ്. എന്റെ വീട്ടിന്റെ കുറച്ചപ്പുറമാണ്. അന്യ സംസ്ഥാനത്തുള്ള ആളാണ്. ഏത് സംസ്ഥാനത്തുള്ള ആളാന്ന് പറയുന്നില്ല. 10-30 വർഷമായിട്ട് അവിടെ ഉള്ള ആളാ. ഏതായാലും നിർഭാഗ്യവശാല് ഇവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആളുകളാണ് ഈ ഭാര്യയും ഭർത്താവും ഒക്കെ. വൈവിളിച്ചാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാം. നല്ല ആളുകളാണ്. അപ്പൊ ഇവര് പാറ പൊട്ടിക്കാനുള്ള പണിയും മറ്റുമൊക്കെ പോകുന്ന ആളാണ്. നാട്ടുകാർക്കൊക്കെ വളരെ വിശ്വാസമാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ 10-30 വർഷം കഴിഞ്ഞു. ഒരു ദിവസം അതിന്റെ അടുത്തുനിന്ന് ഒരാള് നിർഭാഗ്യവശാല് തൂങ്ങി മരിച്ചു മാവിന്റെ മുകളിൽ. അപ്പൊ അതിന്റെ പിറ്റേന്നല്ലേ 2 ദിവസം കഴിഞ്ഞ ശേഷമാണെന്നാ തോന്നുന്നത്, അതിന്റെ അപ്പുറത്തുനിന്ന് വലിയൊരു ബഹളം കേട്ടു. എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോ ഇവര് ചെറിയൊരു ജാഗയാക്കിയിട്ട് ഇങ്ങനെ താമസിക്കുന്നതാ. മൂപ്പർ എന്ത് ചെയ്ത് ഈ തൂങ്ങി മരിച്ചത് കണ്ടിട്ട് ഈ ഭാര്യയും ഭർത്താവ് ഒരു പ്രശ്നവും ഇല്ലാതെ പോന്നതാ. അപ്പൊ ഇവര് വെറുതെ ഒരു കശപുശ ഉണ്ടായതിന്റെ പേരിൽ ഈ ഭർത്താവ് എന്ത് ചെയ്ത് ഒരു പകുതി വൃദ്ധനായി എന്ന് പറയാം. ഈ ഭർത്താവ് എന്ത് ചെയ്ത് പാവം ഈ മുരിങ്ങേന്റെ മുകളിൽ കയറിയിട്ട് കഴുത്തിന് കുടുക്കൂട്ട് ഒരറ്റത്തുള്ളൽ. ഇത് അങ്ങനെ തന്നെ ഈ ജാഗേന്റെ മുകളിൽ ഇയാൾ ഉരുണ്ട് വീണ് മുരിങ്ങാക്കൊമ്പ് ഇയാളും പൊട്ടി വീണ് ഈ ഭാര്യ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു കറി വെക്കുന്നുണ്ടായിരുന്നു. ഈ കറിയും ചട്ടിയില്ല മൂപ്പറ കാലടക്കം വന്ന് വീഴുന്നത്. അപ്പൊ എല്ലാരും കൂടി ഓടിക്കൂടി അടിച്ചു ഓടിക്കേണ്ട പരിപാടി ആയപ്പോ അത്രയും കാലം അവരുള്ളത് കൊണ്ട് അവരെ ആ സംഗതി അവരെ എന്ത് ചെയ്ത് അപ്പൊ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടാവോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അയാൾക്ക് അവരോട് ഒന്നില്ലാണ്ട് രക്ഷപ്പെട്ടു. ഈ ഭാര്യ ഒന്നും അറിയുന്നില്ല. ഭാര്യ കറി വെക്കുമ്പോ കറിയിലേക്കാ വരുന്നത്, ഒരു കാലിങ്ങനെ പടപടാന്ന് വെച്ചിട്ട് വരുന്നത് പോലെ ചെറിയൊരു ചെറ്റ പോലെ മറിച്ചിട്ട് താമസിക്കുന്നതാണല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഒരു അന്തയില്ലാത്ത കരച്ചിൽ തുടങ്ങിയപ്പോ അതിന്റെ പിന്നാലെ കരച്ചിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. പയ്യോളി ഉസ്താദ് ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ സംസാരിക്കല്ല. നമ്മളെ ഇപ്പോ കിട്ടിയ വിവരം, പാലക്കാട് ജില്ലയില് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പഴയകാല പ്രവർത്തകനായിരുന്ന ഉസ്സനാർ ഹാജി കൊടശ്ശേരി എന്നവര് ഇന്ന് മരണപ്പെട്ടു എന്ന വിവരം നമ്മുടെ ഷഹീദ് ഉസ്താദ് വിളിച്ച് പറഞ്ഞു. നമ്മുടെ പഴയകാല സജീവ പ്രവർത്തകനാണ്, കുറച്ച് പ്രായം ചെന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അർഹമർ റഹീമീനായ റബ്ബ് അദ്ദേഹത്തിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അവര് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്ത എല്ലാ ഖിദ്മത്തുകളും അള്ളാഹു ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രീതിയിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ അദാബുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അവരെ ഖബറിലും പരലോകത്തും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരെയും നമ്മെയും നരകത്തിൽ നിന്നും മോചിപ്പിച്ച് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം മൈക്കോടാണ്. അദ്ദാദിന്റെ സമയത്ത് ഉസ്താദുമാര് ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ അപ്പോഴുള്ള പ്രവർത്തകർ ഓർമ്മപ്പെടുത്തണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഉസ്സനാർ ഹാജി കൊടശ്ശേരി കോങ്ങാട്. അപ്പൊ പ്രത്യേകം ദ്വാരക്കുക. കഴിയുന്ന ആളുകളൊക്കെ മയ്യത്ത് നിസ്കരിക്കാനും ശ്രമിക്കുക. ഞാൻ മൈക്കോട്ട് പയ്യോളി ഉസ്താദ് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ഇൻഷാ അല്ലാഹ് അത് ആ സമയത്തുണ്ടാകുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹദ്ദാദിന്റെ ആൾക്കാരോട് മൗലിദിന്റെ ആൾക്കാരോടൊക്കെ ആ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കരിമ്പിലാക്കൽ പറഞ്ഞ അത് ആ വിഷയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കരിമ്പിലാക്കൽ പറഞ്ഞത് നുണയാണ്. 3 ഇല്ലത്താണ് മൂപ്പരതിന് കാരണം പറഞ്ഞത്. സഹീഹുൽ ബുഖാരിയിലെ ഖിർദിന്റെ ഹദീസിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി 3 ഇല്ലത്ത് പറഞ്ഞത് 3 നുണയാകുന്നു, 3 പച്ച കള്ളമാകുന്നു. അത് 3 സഹീഹുൽ ബുഖാരിയായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഇല്ലത്താണ് കാരണം പറഞ്ഞത്. 3 കാരണങ്ങൾ. ആ 3 കരിമ്പിലാക്കൽ കെട്ടിച്ചമച്ച പച്ച നുണയാകുന്നു. അതും ഹദീസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അത് മനസ്സിലായല്ലോ ഇല്ലേ?
ആ വിഷയം മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ കേട്ടതല്ലേ അത്? ശരി, ഇനി രണ്ടാമത്തെ ഹദീസിലേക്ക് കടക്കാം. നമുക്ക് രണ്ടാമത്തെ ഹദീസ് എന്താന്ന് ചോദിച്ചാൽ കേട്ടോളി, മൂപ്പരെന്നെ പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. ഇസ്രാ മീറാജ് സംഭവം പിന്നെ ഇസ്രാ ഖുർആനിലുണ്ടല്ലോ, മീറാജ് ഹദീസിൽ പ്രത്യേകം പറയേണ്ടത്. എന്നാൽ ഇസ്രാ മീറാജ് സംഭവത്തെ കുറിച്ച് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ ഹദീസിൽ രേഖപ്പെടുത്തിയ എന്തായോ ഖബ്ല അൻ യൂഹാ ഇലൈഹി, റസൂലുള്ളാഹിക്ക് വഹയി കിട്ടുന്ന മുമ്പാണ് ഇസ്രാ മീറാജ് ഉണ്ടായത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ. കേട്ടല്ലോ, ഇസ്രാ മിഅറാജ് ഉണ്ടായത് റസൂലുള്ളാഹിക്ക് വഹയി കിട്ടുന്നതിന് മുമ്പാണോ? ആണോ? റസൂലുള്ളാഹിന്റെ വലിയ മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി കിട്ടുന്നതിന്റെ മുമ്പാണ് നടന്നത് ആണോ? അല്ല. ഉണ്ടാലോ? എവിടെ? സഹീഹുൽ ബുഖാരിയിലേ. ഇത്രയും കാലമായിട്ട് ജനങ്ങൾക്ക് തിരിഞ്ഞില്ലപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കണ ഒരു പൊട്ടത്തനെ. ഇത്രയും കാലമായിട്ട് 1300 കൊല്ലം ഏകദേശം ആകാനായില്ലേ സഹീഹുൽ ബുഖാരി ജനങ്ങൾ ഓതുന്നു, ജനങ്ങൾ ഓതിക്കൊടുക്കണു, ഒക്കെ ചെയ്യണു. എന്നിട്ട് ആ ജനങ്ങൾക്കൊന്നും തിരിഞ്ഞില്ല. വലിയ വലിയ മഹത്തുക്കളൊക്കെ ഇത് നോക്കിപ്പോയതാണ്. അവർക്കാർക്കും മനസ്സിലായില്ല. കരിമ്പിലാക്കലിന് മനസ്സിലായത് എന്ത്? സഹീഹുൽ ബുഖാരിയിലുണ്ട് എന്ത് വഹിയൊക്കെ ലഭിക്കുന്നതിന്റെ മുമ്പാണ് റസൂലുള്ളാഹിക്ക് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത്. സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, അത് ശരിയാണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഉണ്ടോ? സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. നണ കള്ളത്തരം പറയാ. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ആ പറഞ്ഞ രൂപത്തിലില്ല. വഹി കിട്ടുന്നതിന് മുമ്പാണ് അല്ലാഹുവിന്റെ റസൂലിന് ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. സഹീഹുൽ ബുഖാരിയിലില്ല. നിങ്ങൾ നണ പറഞ്ഞതാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല? ഞാൻ പറയണത് നിങ്ങൾക്ക് തിരിയുണ്ടോ? ഇങ്ങനെയാണ് ഇവര് ഹദീസ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഹദീസിനെ നഖ്ദി എന്നാ പറയാ. എന്ത് നഖ്ദി? ഇതൊക്കെ തനിച്ച മൂടത്തരാണ്. പച്ച നുണ പറയല്ലേ. ഇതാണോ നഖ്ദി? ഐശ്വരി, നിങ്ങൾക്ക് ഇതൊന്നും അറിയാത്തതിപ്പോ ആൾക്കാരെല്ലാം പൊട്ടന്മാരാ? അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, അങ്ങനെ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലില്ല. പിന്നെ എന്താ ഉള്ളത് അത് കേട്ടോളി. ഇനി ഇല്ല എന്താന്ന് കേൾക്കണ്ടേ? കേട്ടോളി. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈലത്തുൻ ഉസ്രിയ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ഇസ്രാ നൽകപ്പെട്ട രാത്രി, മിൻ മസ്ജിദ്, ശരിക്കും ശ്രദ്ധിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കിടന്നുറങ്ങിയായിരുന്നു. ആ സമയത്താണ് അന്നഹു ജാഅ സലാസത്തു നഫരിൻ, 3 മലക്കുകൾ വന്നു, 3 ആളുകൾ വന്നു. ഖബല അൻ യൂഹാ ഇലൈഹി, ഇതാണ് മൂപ്പരെ അങ്കലാപ്പിലാക്കിയത്. നബി തങ്ങൾക്ക് വഹിയൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് 3 ആളുകൾ വന്നു. വഹുവ നായിമുൻ നബി, മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങിയായിരുന്നു. ഫഖാല അവ്വലുഹും, അതിലൊരാൾ പറഞ്ഞു, അയ്യുഹും ഹുവ, ആരാണത്? ഫഖാല ഔസത്തുഹും, നടുവിലുള്ള ആളാണ്. ഹുവ ഖൈറുഹും, അവർ ആയ. കുറെ ആളുകളുണ്ട് പള്ളിയില്, കുറെ ആളുകളുണ്ട് പള്ളിയില്, അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പൊ ആ നടുവിലുള്ള ആളാണ്, അയാളാണ് ഏറ്റവും ഉത്തമനായ ആള്, അയാളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ പറഞ്ഞു ഖുദൂ ഖൈറഹും, ഏതായാലും അങ്ങനെ നീട്ടി പറയാണ്. ഏതായാലും ഈ വന്ന ആള് 3 ആൾക്കാർ വന്നത് എപ്പോഴാണ്? വഹ്യ് ലഭിക്കുന്നതിന് മുമ്പാണ്. നബി തങ്ങൾക്ക് വഹ്യ് ലഭിക്കുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാ പറഞ്ഞത്. പക്ഷെ അന്ന് പോയിട്ടില്ല. ഹദീസിന്റെ ബാക്കിയും കൂടി നോക്കണ്ടേ? ഫലം യറഹും, പിന്നെ അവരെ അള്ളാന്റെ റസൂല് കണ്ടിട്ടില്ല. ഹത്താ തൗഹു ലൈലത്തൻ ഉഖ്റാ, പിന്നീട് ഒരു രാത്രിയിൽ അവര് വരുന്നത് വരേക്കും. അത് വഹ്യ് കിട്ടിയതിന് ശേഷം ആ രണ്ടാമത്തെ വരവുണ്ടല്ലോ, ആദ്യത്തെ രാത്രിയിൽ വന്നത് വഹ്യ് കിട്ടുന്നതിന്റെ മുമ്പുള്ള സംഭവമായിരുന്നു. പക്ഷെ അന്ന് റസൂലുള്ള പോയിട്ടില്ല ചങ്ങായിമാരെ. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഫലം യറഹും, അവരെ നബി തങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. ഹത്താ അതൗഹു, പിന്നെ അവർ നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് വരെ. ലൈലത്തൻ ഉഖ്റാ, മറ്റൊരു ദിവസം വരുന്നത് വരെ. അത് വഹ്യ് കിട്ടുന്നതിന് രണ്ടാമത്തെ വരവ് വന്നത് വഹ്യ് കിട്ടുന്നതിന്റെ മുമ്പാന്ന് ആ ഹദീസിലില്ല. മറിച്ച് ആദ്യത്തെ വരവ് വന്നത് വഹ്യ് ലഭിക്കുന്നതിന് മുമ്പാ. അതെവിടെയാണ്? അത് മസ്ജിദുൽ ഹറാമിലാണ് വന്നത്. നബി തങ്ങൾ കിടന്നിറങ്ങുമ്പോഴാണ് വന്നത്. പക്ഷെ അത് വഹ്യ് ലഭിക്കുന്ന അന്ന് ഇസ്രാ നടന്നിട്ടില്ല. രണ്ടാമത്തെ വരവ് അത് എവിടെയാണ് വന്നത്? മറ്റൊരു രാത്രിയിലാണ്.
മറ്റൊരു രാത്രി അത് വഹി ലഭിക്കുന്നതിന് മുമ്പാന്ന് ആ ഹദീസിലുണ്ടോ? ഇല്ലേ ഇല്ല. അത് മൗലവി പാച്ചാന്നോണ പറഞ്ഞതാണ്. കണ്ടോ, സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഹദീസില്ല. വഹി കിട്ടുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് ഇസ്രാ നടന്നു എന്ന് ഹദീസില്ല. മറിച്ച് 3 മലക്കുകൾ വന്നു എന്ന് കാണാം. 3 മലക്കുകൾ വഹി ലഭിക്കുന്നതിന് മുമ്പ് വന്നു എന്ന് കാണാം. പക്ഷെ അന്ന് പോയി എന്ന് കാണൂല. മറിച്ച് അവർ പിന്നീട് ഒരു രാത്രിയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുക ആ ഹദീസിൽ നിന്ന്. അത് മൗലവിക്ക് തിരിയാത്തത് കൊണ്ട് മൗലവി ഈ പകുതിയായി സലാം സുല്ലമി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുള്ളേ. ആ പകുതി എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വയം തെറ്റിദ്ധരിച്ചതോ ആണ്. അല്ലാതെ ആ ഹദീസിൽ അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് ഇസ്രാ നടന്നു എന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായോ? അതെ, അങ്ങനെ പലതും ആവാം. പക്ഷെ ഈ വിഷയത്തിൽ എന്തായാലും ഇസ്രാ നടന്നു എന്ന് കാണൂല. ഇസ്രാ നടന്നത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ദിവസം ആ 3 മലായികത്ത് വന്നു. അതുവരേക്കും അവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞ്. അന്ന് കൊണ്ടുപോയിന്നോ മിഅ്റാജ് നടന്നുവെന്നോ ഇസ്രാ നടന്നുവെന്നോ ആ ഹദീസിൽ ഇല്ല. സംഭവം മനസ്സിലായോ? വിഷയം തിരിഞ്ഞ നിങ്ങൾക്ക് എവിടെ തിരിയണം? ആ ഹദീസിന് കുറച്ച് ജീപ്പോട്ടിങ് പോരാ. ഫലം യറഹും, പിന്നെ അവരെ നബി തങ്ങൾ കണ്ടിട്ടില്ല. ഹത്താ അതൗഹു ലൈലത്തൻ ഉഖറ, മറ്റൊരു രാത്രിയിൽ അവര് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നത് വരെ. മനസ്സിലായില്ലേ? ആ സമയത്താണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാവുന്നത്. ആ രണ്ടാമത്തെ വരവ് എവിടെയാണ്? ഇസ്രാ മിഅ്റാജ് ഉണ്ടായ ആ രണ്ടാമത്തെ വരവ് വഹയിന് മുമ്പാണ് എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഇല്ല. അത് മൗലവി തെറ്റിദ്ധരിച്ചു പറഞ്ഞതാണ്. വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതാം. ഇനി 3ാമത്തെ സംഭവം കേട്ടോളി. റസൂലാകുന്ന മുമ്പന്നെ മുഅ്ജിസത്തുണ്ടായി, ഇസ്രാ മിഅ്റാജ് ഉണ്ടായി. തീർന്നില്ല. ഇമാം ഇബ്നു ഹജർ അസ്കാർ തന്നെ വിമർശിച്ചിരിക്കുന്ന ഹദീസിന്റെ ഇമാം ബുഖാരിയിൽ എന്താ അറിയോ? നരകത്തിൽ കിടക്കുന്ന അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. ബുഖാരിയുള്ളതാ, തൈലിക്കുന്നല്ല, ഹദീസാണ്. അബൂലഹബിന് നരകത്തിൽ കിടക്കുമ്പോഴും തിങ്കളാഴ്ചകളിൽ വെള്ളം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ അസ്കാർ ആ ഹദീസ് തള്ളി വിമർശിച്ചു. കാരണം പറഞ്ഞെന്താ? ഖുർആനിലെ ഇന്ന ആയത്തുകൾക്കെതിരാണ്. നമുക്കറിയാലത് അബൂലഹബിന്റെ ഒരു കർമ്മവും ഒരു സമ്പാദ്യവും അവർ പരലോകത്ത് ഉപകരിക്കില്ല എന്ന് ഖുർആന്റെ നസ്സ. അതിനെതിരാണ് ഇമാം ബുഖാരിയുടെ ഹദീസിനുള്ളത്. എങ്കിൽ ഇമാം ബുഖാരി മനുഷ്യനാണ്, പോരായ്മകളും അബദ്ധങ്ങളും സംഭവിക്കും. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. സുവൈബ എന്ന പെണ്ണിനെ, അടിമ സ്ത്രീയെ അബൂലഹബ് എന്ത് ചെയ്തു? മോചിപ്പിച്ചു. ആ മോചിപ്പിച്ച കാരണം കൊണ്ട് തന്നെ എല്ലാ തിങ്കളാഴ്ചയിലും അബൂലഹബിന് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബിൽ ചെറിയ ഒരു ഇളവ് നൽകുന്നുണ്ട്. ഇതാ പറഞ്ഞത്. ഈ പറഞ്ഞത് എങ്ങനെയാ ഖുർആനെതിരാവുക? ഖുർആനിൽ എന്താ അള്ളാഹ് പറഞ്ഞത്? മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ. അവൻ പ്രവർത്തിച്ച ഒരു കാര്യം, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ധനം, അതൊന്നും അവനെ ഐശ്വര്യവാനാക്കിയില്ല അള്ളാന്റെ അദാബിനെ തൊട്ട്. അഥവാ അള്ളാന്റെ അദാബ് പരിപൂർണമായിട്ടും ഒഴിവാക്കുന്നതിനെ തൊട്ട് എന്ത് കഴിഞ്ഞിട്ടില്ല? ഈ അവന്റെ ദാനം, അവന്റെ സമ്പത്ത്, അവന്റെ പ്രവർത്തനങ്ങൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവനെ ഐശ്വര്യവാനാക്കിയിട്ടില്ല, ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ ഖുർആനിലുള്ളൂ. തീരെ ഇളവ് കിട്ടൂല എന്നതുകൊണ്ട് വരുമോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു ചെറിയൊരു ഇളവ് അദ്ദേഹത്തിന് കിട്ടുന്നതിന് ഈ ആയത്തെതിരല്ല. മറിച്ച് പരിപൂർണമായും അവനെ സ്വർഗത്തിൽ കടത്താൻ അവന്റെ സമ്പത്തോ അല്ലെങ്കിൽ അവന്റെ ദൗലത്തോ അവന്റെ പ്രവർത്തനങ്ങളോ പര്യാപ്തമല്ല എന്നാ വന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സൗഭാഗ്യമുണ്ടായില്ല. അവൻ വലിയ പണക്കാരനാ, കാര്യമുണ്ടായോ? അവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി, എന്തെങ്കിലും കാര്യമുണ്ടായോ? ആ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പര്യാപ്തമായില്ല എന്നാണ് ആയത്ത് പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തതിന്റെ പേരിൽ ആ റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി അള്ളാഹു അതിന്റെ പേരിൽ എന്ത് ചെയ്തു? ചെറിയൊരു ഹിഫ്വത്ത് നൽകുന്നു എന്നത് ഈ ആയത്തിന് എതിരല്ല. അങ്ങനെ ആയത്തിനെതിരാന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു എന്ന് പറഞ്ഞത് അത് പച്ച നുണയാണ്. അങ്ങനല്ല.
പല അഭിപ്രായങ്ങള്. ഫത്ഹുൽ ബാരിയുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അനേകം അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർവണം നടത്തലാണ്. ആ ഇതിനൊക്കെ മറുപടി മഹാനവർകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ. ആ മറുപടി മൂപ്പര് കാണൂല. മൂപ്പര് മറുപടി കാണാതെ ഈ ക്രിറ്റിസൈസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായം മാത്രം എടുത്ത് ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇത് പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഹദീസായതുകൊണ്ട്, അല്ല ബുദ്ധിമുട്ടില്ലാത്ത ഹദീസായതുകൊണ്ട് ആ വിഷയം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇത് വിശ്വസിക്കണോ അതല്ല റസൂലുള്ളാഹിയെ പറ്റി വിശ്വസിക്കണോ? ഒറ്റ സംഭവം കൂടി പറയട്ടെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. നോക്കും പോകണം, എനിക്കും പോകണം. എന്താണ് ചരിത്രത്തിൽ പറയുന്നത്? റസൂലുള്ളാഹിക്ക് സീറ് ബാധിച്ചു എന്ന സംഭവം ഉദ്ധരിക്കപ്പെടുന്നത് ഹുദൈബിയ സന്ധി കഴിഞ്ഞു എന്ന ഉടനെയാണെന്നാണ്. എത്ര കാലം ഉണ്ടായി? പ്രശ്നം 6 മാസത്തോളം ഉണ്ടായി. ഇന്ന് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് വന്നിരിക്കുന്ന റസൂലുള്ളാഹ് നേരെ പോയത് ഖൈബറിലേക്കാണ്. ഖൈബർ യുദ്ധം അപ്പോഴാണ് നടക്കുന്നത്. ഇപ്പൊ സന്ധി മുശ്രിക്കുകളോടാണ്, ജൂതന്മാരോടല്ല. ഖൈബർ യുദ്ധം ജൂതന്മാരോടാണ്. ആ യുദ്ധത്തിൽ റസൂൽ പങ്കെടുത്തെന്ന് മാത്രമല്ല, ഖൈബറിലെ ശത്രുപക്ഷത്തുള്ള രാജാവ് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൾ ബന്ധിതയായി പിടിക്കപ്പെടുകയും ചെയ്തു. അന്നൊരു സംസ്കാരം ഉണ്ടെന്നറിയോ? ശത്രുപക്ഷത്തുള്ള രാജാക്കന്മാരോ മന്ത്രിമാരോ കൊല്ലപ്പെട്ടാലും അവരുടെ മക്കളെ ബന്ദികളായി പിടിക്കാൻ പാടില്ല, അവരാദരിക്കണം. ആ ആദരിക്കുന്നതിന് ഭാഗമായി റസൂൽ എന്ത് ചെയ്തു? ആ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു. ആ മകളാണ് നമ്മുടെ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹ. ചരിത്രം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി ഹുദൈബിയ സന്ധി കഴിഞ്ഞു വന്നിട്ട് യുദ്ധത്തിന് പോയി തിരിച്ചു വരുമ്പോ വിവാഹം കഴിച്ചു മധുവിധ ആഘോഷിക്കാനും. ഇവര് പറഞ്ഞതോ ഏത് വാര്യത്തേക്ക് പോയി എന്നറിയാതെ ചെയ്യാത്ത കാര്യം ചെയ്ത പോലെ തോന്നിയിട്ട് അന്തല്ല നടക്കണം. ഏതാവശ്യമുണ്ട്? അങ്ങനെ ബുഖാരിയിലുണ്ടോ? അല്ലെങ്കിൽ ബുഖാരിക്ക് എതിരെ ഇനി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഒരു ചരിത്രം വന്ന ബുഖാരി അല്ലിട്ട് ചരിത്രം സ്വീകരിക്കണം ആരെ പറഞ്ഞു? അത് ശരി, ബുഖാരി ഒന്ന് തള്ളിക്കള, എന്നിട്ട് ചരിത്രം ഇങ്ങോട്ട് സ്വീകരിച്ചോളിന്ന ചരിത്രം. ബുഖാരിയിലുള്ള ഹദീസിനെതിരെ വല്ല ചരിത്രം വന്നാൽ ആ ചരിത്രത്തിൽ പയച്ചെന്ന് വിചാരിച്ചൂടെ? അത് ശരി, അത് പറ്റൂല. കാരണം ബുഖാരി ഇവിടെ ഒഴിവാക്കണ്ടേ? ഇതല്ലേ ലക്ഷ്യോ? വിഷയം മനസ്സിലായില്ലേ? ചരിത്രം ഏതെങ്കിലും ഒന്ന് ബുഖാരിയിലുള്ള ഹദീസിനെതിരായാൽ എന്തിനാ മുന്തിക്കപ്പെടേണ്ടത്? സഹീഹുൽ ബുഖാരിയാണ് ശരി, ചരിത്രകാരന് പേച്ചതായിരിക്കാം എന്ന് വിചാരിച്ചൂടെ? അങ്ങനെയുണ്ടല്ലോ. അത് പറ്റൂല ഇവർക്ക് എന്താ പറ്റുക? ഇവർക്ക് ബുഖാരിയാണ് തല്ല, ചരിത്രത്തിന്റെ കിതാബ് ഇങ്ങോട്ട് കൊള്ളുക. ഇത് എവിടുന്ന് കിട്ടിയ ന്യായാണ്? ഇതാരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നോ? ഇനി രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹുദൈബിയ സന്ധി കഴിഞ്ഞ് വരുമ്പോ സഫിയ ബീവിയെ കല്യാണം കഴിച്ചു എന്നുള്ളത് നബി തങ്ങൾക്ക് സിഹ്റ് ബാധിച്ചിട്ടില്ല എന്നുള്ളതിന് രേഖയാകുമോ? നിങ്ങളോട് ആരെ ഇത് പറഞ്ഞോ? നിങ്ങളോട് ഇതായിട്ടുള്ള രേഖയാണോ? നബി തങ്ങള് ആ സമയത്ത് യുദ്ധത്തിന് പോയിട്ടുണ്ട്, നബി തങ്ങൾ ഇമാമത്ത് നിന്നിട്ടുണ്ട്, നബി തങ്ങൾ ഫത്വ നൽകിയിട്ടുണ്ട്, നബി തങ്ങൾ ദീനിയ ഉലൂമ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലൊന്നും സിഹ്റ് നബി തങ്ങളെ തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. ഈ വിഷയമൊന്നും സിഹ്റ് നബി തങ്ങളെ തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല. ഇതിനൊന്നും വിഘാതം ഉണ്ടായിട്ടില്ല. അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവിയുടെ അനുഭവം, ആയിഷ ബീവിയായിട്ടുള്ള വിഷയത്തിലാണ് പറയുന്നത്. എന്ത്? നബി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ചെയ്തില്ല എന്നുള്ള സംശയം വരും. അത് എന്താ വിഷയം എന്ന് ചോദിച്ചാല് അത് ഒരു കിനായത്തായ ഒരു പ്രയോഗമാണ് നടത്തി. ആയിഷ ബീവിക്കൊരു ഒരു കിനായത്തൻ അഥവാ മറച്ചു വെച്ചുകൊണ്ട് പറയാ നബി തങ്ങൾ സംസർഗം ചെയ്തോ ചെയ്തില്ലേ. നബി തങ്ങൾക്ക് സംശയമാണ്. ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ചെയ്തിട്ടില്ലേ എന്ന് തോന്നും. ചെയ്തിട്ടില്ലായിരിക്കും, എന്നാലും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെ ഒരു വിഷയം അത് ആയിഷ ബീവിയായിട്ട് മാത്രം ബന്ധപ്പെട്ട വിഷയമായിരുന്നു. കാരണം എന്താ? സിഹ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാ യുഫർരിഖു ബിഹി ബൈനൽ മർഇ വ സൗജി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിട്ടുപിരിക്കുന്ന പരിപാടിയാ. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിന്റെയും റസൂലുള്ളാഹിന്റെയും ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവരുടെ ഇടയിൽ ഭിന്നത വരുത്താനുള്ള പരിപാടിയായിരുന്നു സാഹിർ ഉദ്ദേശിച്ചതും ചെയ്തതും. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിന്റെയും റസൂലുള്ളാഹിന്റെയും ഇടയിലായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അത് അറിയാതെ പോയത്, ഉമർ ഫാറൂഖ് തങ്ങൾ അറിയാതെ പോയത്, ലക്ഷക്കണക്കിന് സഹാബത്തിൽ ആരും ആ വിഷയം അറിയാതെ പോയത് ആയിഷ ബീവി മാത്രമേ അറിഞ്ഞുള്ളൂ. കാരണം അവർക്ക് രണ്ടുപേർക്കും ഇടയിലെ ഈ വിഷയം എന്തായിട്ടുള്ളൂ? പ്രതിഫലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹഫ്സാ ബീവിയെ കല്യാണം ചെയ്തത് എതിരാകൂല ചങ്ങയ്യെ. കല്യാണം ചെയ്തതും അവിടെ യുദ്ധത്തിന് പോയതും യുദ്ധത്തിന് വന്നതും ഫത്വ കൊടുത്തതൊന്നും എതിരാവില്ല. ആ വിഷയത്തിലൊന്നും ഇത് ബാധിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ അതിരേഖയാക്കി പിടിച്ചുകൊണ്ട് നബി തങ്ങൾക്ക് സിഹ്റ് ബാധിച്ചിട്ടില്ല എന്ന് പറയലും തനിച്ച ആന മണ്ടത്തരാണ്.
ആനമണ്ടത്തരാണ്. നമ്മളെന്ന് പറഞ്ഞെന്താ, നബി തങ്ങളുടെ ഒരു വിഷയത്തിലും എന്ത് ബാധിച്ചിട്ടില്ല, സിഹർ ബാധിച്ചിട്ടില്ല. ആകെ ബാധിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ മാത്രം അവർക്കിടയിലുള്ള ബന്ധത്തിൽ ശിഥിലം വരുത്തുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ശങ്ക അവിടെ മാത്രമേ നടന്നിട്ടുള്ളൂ. അതായിരുന്നു റസൂലുള്ളാഹിക്ക് സിഹറൻ ബാധിച്ചിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പൊതുജന സമ്പർക്കത്തിൽ ഒരു ഇടപെടലുകൾക്ക് വിഘാതം വരുത്തുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തെളിവ് പിടിച്ചിരിക്കുന്ന രൂപം ശരിയല്ല. കാരണം ഒന്ന്, ബുഖാരിക്കെതിരെ ചരിത്രം മുന്തിച്ചതേ ശരിയല്ല. രണ്ട്, ചരിത്രം ഇനി അങ്ങനെ ശരിയാണെന്ന് വെച്ചാൽ തന്നെ ആ ചരിത്രം രേഖയാണെന്ന് വെച്ചാൽ തന്നെ ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? കാരണം ആ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഹുദൈബിയ സന്ധി, യുദ്ധം, അതുപോലെ തന്നെ കല്യാണം, ഈ വിഷയത്തിലൊന്നും സിഹർ ബാധിച്ചിട്ടില്ല റസൂലുള്ളാഹിക്ക്. ആ വിഷയത്തിൽ മാത്രമല്ല, പിന്നെ തബ്ലീഗിന്റെ വിഷയത്തില്, റിസാലത്തിന് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തില്, അതുപോലെ തന്നെ തഅലീമിന്റെ വിഷയത്തില്, ഈ വിഷയത്തിലൊന്നും റസൂലുള്ളാഹിക്ക് സിഹർ തൊട്ട് തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തൊട്ട് തീണ്ടാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് പറയൽ ആനമണ്ടത്തരം ആകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ സുഹൃത്തുക്കളെ? അപ്പൊ അത്രേ ഉള്ളൂ. മൂപ്പര് ഇത് പ്രസംഗിച്ചത് ദുബായ് ഇസ്ലാഹി സെന്ററിന് പ്രസംഗിച്ചതാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുബായ് ഇസ്ലാഹി സെന്ററിന് പ്രസംഗിച്ചതാ മൂപ്പര് ഈ തനിച്ച പൊട്ടത്തരം. ഇപ്പൊ 4 ഹദീസാ മൂപ്പര് പറഞ്ഞത് ബുഖാരി ഇമാമിന്റെ നിന്നിട്ട് ആ 4 നിങ്ങൾ നഖദ് ചെയ്തത് നിങ്ങളുടെ വിവരക്കേടിന്റെ ആഴം ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ് ലത്തീഫ് കരിമിലാക്കലത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് സർവ്വ ഹദീസുകളും സഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഇവര് പിന്നെ എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ഞാൻ എന്തായാലും മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.